ഓരോ നിമിഷവും വെളിച്ചം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് കനപ്പെടുകയാണ്. പുറമേ നിന്ന് ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ, ലൈറ്റ് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. കാരണം അവിടെ കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒരുപക്ഷെ ഒരുക്കിയേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ശ്രീധരന്. പക്ഷെ അങ്ങനെയുള്ള ചർച്ചകൾ, ആലോചനകൾ ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അവിടെ നടത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് വീണ്ടും വടം പൊട്ടിയിരുന്നു. അതായത് മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. 15 ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ള 2 ക്രെയിനുകൾ അവിടെയുണ്ട്. അതുപയോഗിച്ചാണ് ഈ അർജുന്റെ ഭാരത് ബെൻസ് ലോറി മുകളിലേക്ക് ഉയർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തവണയാണ് ഈ വടം പൊട്ടിപ്പോയത്. താഴെ ആ ഡ്രെഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് സപ്പോർട്ടും നൽകുന്നുണ്ട്. അങ്ങനെ 3 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ അർജുന്റെ ലോറി പൂർണ്ണമായും മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിച്ചം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിസിബിലിറ്റി കുറയുകയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. കാലാവസ്ഥയും ഒരുപക്ഷെ ഇപ്പോൾ നിർത്തിവെച്ചാൽ മഴ പെയ്യുമോ, വീണ്ടും ലോറി പുഴയിലേക്ക് വീണു പോകുമോ, അങ്ങനെ വലിയ ആശങ്കകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായും ലോറി പുഴയിൽ നിന്ന് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ആ ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് കോഴിക്കോട് കണ്ണാടിക്കൽ അർജുന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടേക്ക് ആളുകൾ, ജനപ്രതിനിധികൾ, അർജുന്റെ കുടുംബക്കാർ, പരിചയക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും, കേരളത്തിന് മുഴുവൻ പരിചിതനാണ് അർജുനു വേണ്ടി കണ്ണാടിക്കൽ നാടോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബമോ മാത്രമല്ല, കേരളം മുഴുവൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ അർജുൻ എവിടേക്ക് പോയി, അർജുൻ എന്ത് സംഭവിച്ചു, അർജുന്റെ ലോറിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ 72 ദിവസം കഴിഞ്ഞാണ് ഉത്തരം നമുക്ക് ലഭിച്ചത്. അർജുന്റെ വീട്ടിലേക്ക് ജനപ്രതിനിധികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറുഭാഗത്ത് കാർവാർ ആശുപത്രിയിൽ ഇപ്പോൾ DNA പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുന്റെ ബന്ധു ജിതിൻ, സഹോദരി ഭർത്താവ് കാർവാർ ആശുപത്രിയിലേക്ക്, അവിടേക്കാണ് മൃതദേഹത്തിന്റെ ഭാഗം കൊണ്ടുപോയത്. ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, വടം വീണ്ടും കെട്ടിയോ? ഉയർത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെ പോകുന്നു? അവിടേക്ക് ലൈറ്റ് എത്തിക്കുമോ? ഇല്ല, നിലവിൽ വടം വീണ്ടും കെട്ടിയിട്ടില്ല. ഏതായാലും വണ്ടി ഉയർത്താനുള്ള ശ്രമങ്ങൾ വീണ്ടും നടത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിലേതായാലും 2 തവണ വടം പൊട്ടിയത് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും ഇനി എന്താണ് ഇവരുടെ നടപടി എന്നുള്ളതാണ് അറിയാനുള്ള ഒരു കാര്യം. ഏതായാലും 2 തവണ വടം പൊട്ടിപ്പോയി. ഒരു തവണ ക്രെയിൻ ചെളിയിൽ പുതഞ്ഞും പോയി. അങ്ങനെ ഒരു അവസ്ഥ നിലവിൽ വന്നിട്ടുണ്ട്, പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ ഒരു ആശ്വാസമുള്ളത്, ഈ ക്യാബിൻ ഭാഗം കരയിലേക്ക് ആക്കാൻ ആയിട്ടുണ്ട്. അത് ഇപ്പോൾ വെള്ളത്തിലല്ല കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉയർത്താനുള്ള നടപടികൾ നാളേക്കാകുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കൊണ്ടുവന്ന ക്രെയിനുകൾ ഇതിനോട് നിലവിൽ ഘടിപ്പിച്ചിട്ടില്ല. 2 തവണ ശ്രമം നടത്തിയെങ്കിലും അത് പിന്നീട് നേരത്തെ വടം ഒന്ന് പൊട്ടിയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കാത്ത ഈ ക്രെയിൻ മണ്ണിൽ പൂണ്ടുപോയോ? എന്താണ് അവിടെ സംഭവിച്ചത്? എനിക്കത് മനസ്സിലായില്ല. അതായത് ഈ റോഡിനോട് ചേർന്നാണ് ഈ ക്രെയിൻ നിൽക്കുന്നത്. ആ ക്രെയിൻ നിൽക്കുന്ന ഭാഗത്ത് ചെളി ഉള്ള ഭാഗമാണ്. ആ ചെളിയിലാണ് ക്രെയിൻ്റെ ടയറുകൾ, അതായത് ഇത് വലിക്കുമ്പോൾ ക്രെയിൻ മുന്നോട്ടും പിന്നോട്ടും നീങ്ങി ആ ചെളിയിൽ ക്രെയിൻ പുതഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അതിനാലാണ് 1 തവണ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇതുകൂടാതെ 2 തവണ ഈ വടം പൊട്ടുകയും ചെയ്തു. ഏതായാലും നിലവിൽ ഇപ്പോൾ വീണ്ടും വടം ഘടിപ്പിക്കാനുള്ള നടപടികൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനില്ല. ഒരുപക്ഷെ മറ്റൊരു വടം കൊണ്ടുവന്ന് വീണ്ടും ഘടിപ്പിച്ച് കയറ്റാനുള്ള ശ്രമമാണോ എന്നറിയില്ല. അതായത് 2 തവണയാണ് ഈ വടം പൊട്ടിയത്. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന വടം കൊണ്ട് ഇനി ഇത് വലിച്ചു കയറ്റുക എന്നുള്ളത് അസാധ്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും
മറ്റൊരു വടം കൊണ്ടുവന്ന് ഇത് പരിശോധന അല്ലെങ്കിൽ ഈ വെളിച്ചം തീരെ ഇല്ലല്ലോ. ശരിക്കും ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ട് ശ്രീധരൻ. അപ്പം ഒരുപക്ഷെ ഈ ബദൽ സംവിധാനങ്ങൾ, അതായത് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ, ഇത് അത്ര ആൾതാമസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയ അല്ലല്ലോ, ഉള്ളോട്ട് കിടക്കുന്ന അധികം ഒന്നുമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം അവിടേക്ക് ഈ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ എത്തിക്കുക, അത് എത്രത്തോളം സമയമെടുക്കും? തീർച്ചയായിട്ടും അതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ഈ ലിഫ്റ്റ് ചെയ്യുന്ന നടപടികൾ മുന്നോട്ട് പോകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും നിലവിൽ ലൈറ്റൊന്നും കൊണ്ടുവരാനുള്ള വലിയ നടപടികളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ആകെ ഇപ്പോൾ നിലവിൽ ഈ ക്രെയിനിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇത് പൊക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ ഇതിന് സപ്പോർട്ട് ചെയ്ത് ഡ്രഡ്ജറിലെ ക്രെയിൻ സപ്പോർട്ട് ചെയ്ത് അതിൽ ഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവർ ആ ക്രെയിൻ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ നടപടികൾ നിർത്തുകയാണോ എന്ന് സംശയമുണ്ട്. ഒരുപക്ഷെ നാളെ ഇത് വീണ്ടും തുടരാനുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. നിലവിലേതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. ഈ ക്രെയിനുകളുടെ വടം 2 തവണ പൊട്ടി, അത് കയറ്റാനാവാത്ത ഒരു സ്ഥിതി ഏതായാലും ഇപ്പോൾ ഉണ്ട്. മറ്റൊരു വടം കൊണ്ടുവന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ ഡ്രഡ്ജർ കമ്പനി ഉടമ, അതുപോലെ തന്നെ ഈ ക്രെയിനിൻ്റെ ഓപ്പറേറ്റർമാർ, MLA ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് ഇപ്പോഴും ഈ വാഹനം മുകളിലേക്ക് കയറ്റുന്നത് കാത്ത് അല്ലെങ്കിൽ അത് കാണുന്നതിന് വേണ്ടി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ ലോറി ക്യാബിനും അതുപോലെ തന്നെ ക്രെയിനും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു വടം ഇപ്പോൾ ഇല്ല. അത് താഴേക്ക് എത്തുമോ എന്നാണ് എത്തുമോ എന്ന്, അല്ലെങ്കിൽ അത് താഴേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തേണ്ടത്. ഏതായാലും മറുവശത്ത് ഈ ശരീരഭാഗങ്ങൾ അങ്കോള പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കാർവാറിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അതവിടെ എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് അവിടെ ഉണ്ട്. അത് ഏതായാലും മൃതദേഹം ഇപ്പോൾ ഭാഗങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിലേതായാലും അവിടെ അതിനുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീധരൻ പറയുന്നതനുസരിച്ച് ഒരു പക്ഷേ ഇന്ന് ഈ ലോറി, അർജുന്റെ ലോറി പൂർണ്ണമായും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. 2 വട്ടം വടം പൊട്ടിപ്പോയി. അതോടൊപ്പം തന്നെ ഈ ക്രെയിനിന്റെ ടയറുകൾ മണ്ണിൽ, ആ ചെളിയിൽ പുതഞ്ഞു പോകുന്നുണ്ട്. അതൊരു പ്രതിസന്ധിയാണ്. വീണ്ടും വടം കെട്ടാനുള്ള ശ്രമങ്ങൾ അവിടെ ആരംഭിച്ചിട്ടില്ല എന്നാണ് ശ്രീധരൻ പറയുന്നത്. ഒരു പക്ഷേ ഒരു വടം കൂടി എത്തിച്ച് ഒരു തവണ കൂടി ശ്രമിച്ചേക്കുമെന്ന് അറിയാൻ കഴിയുന്നു. ലൈറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട്, അടുത്ത നടപടി എന്ത് എന്നുള്ള കാര്യത്തിൽ അവിടെ ഒരു പക്ഷേ ആലോചനകൾ നടക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക.